ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് പരിചയപ്പെടുത്താം. ഇൻഷോട്ട് ആപ്പ്. ഈ വീഡിയോ ന്യൂ പ്ലേ ചെയ്യണം. ആദ്യം ന്യൂ പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് വീഡിയോ പിന്നെ അടുത്തതിന് എടുത്ത് നോക്കിയതിന് ശേഷം വീഡിയോ നമുക്ക് സെറ്റാക്കണം. ഈ വീഡിയോ നമുക്ക് ആദ്യം ഈ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്ക് ഇനി അടുത്ത വീഡിയോ വലിയൊരു പോസ്റ്റർ മാതിരി ആക്കിയിട്ട് ടൈം എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ മേലത്തെ ആ ബ്ലാങ്ക് ആയത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് വെക്കാം. നമുക്ക് ബാക്കിലേക്ക് ഇടാൻ പോകും. നമുക്ക് ബാക്കിലേക്ക് സെറ്റാക്കി വെച്ചിരുന്നതിന് ഫ്രണ്ടിലേക്ക് വേറെ വീഡിയോ വരും. വേറെ അതിനായിട്ട് നമുക്ക് എത്ര നീളം കൂട്ടണമെങ്കിൽ നീളം കൂട്ടാം. പിന്നെ വീഡിയോ ഫോട്ടോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിനി അത് ആഡ് ചെയ്യാം. ഇപ്പോൾ വീഡിയോയോ ഫോട്ടോസോ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ടൊരു വീഡിയോ ആണെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യണില്ല, അതുകൊണ്ട് പിന്നെ ഇനി അടുത്തത് ക്യാൻവാസ് നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ നമുക്കിതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് ആയിട്ടോ വീഡിയോസ് ആയിട്ടോ ഒക്കെ ഇടാം. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക. എല്ലാത്തിനും നമുക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എഡിറ്റ് ചെയ്തേക്കും. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ യൂട്യൂബ് പ്ലസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് അടുത്തത് ഇപ്പോൾ നമുക്ക് എത്ര ഷോർട്ടാകണമെങ്കിൽ ഷോർട്ടാക്കുക, അല്ലെങ്കിൽ വലുതാക്കി നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ അപ്പോൾ ചെറുതായിട്ട് ചെറുതാക്കിക്കണം. എന്നാൽ എനിക്ക് അടിയിൽ ഗ്യാപ്പിൽ വേറെ ആഡ് ചെയ്യാണ്ട്. ഇപ്പോൾ നമുക്ക് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബർ അങ്ങനെ ഇതൊക്കെ ആഡ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ അതിനെ കൊടുത്തിട്ട് ചെറിയൊരു അപ്ഡേറ്റ് ആക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റിക്കേഴ്സ് വേണോ അത് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു ഈ ഫയറിൻ്റെ ഇത് ടച്ച് ചെയ്യട്ടെ. ഫയറിൻ്റെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ വരും, സ്ക്രീനിൽ വരും. നമുക്ക് ഏത് സൈഡാണ് വേണ്ടി ആ സൈഡിൽ ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ സൈഡിൽ സെറ്റാക്കണം. വെറുതെ കാണിക്കാൻ വേണ്ടി സെറ്റാക്കണതാണ്. അപ്പോൾ ഇത് എവിടെയെങ്കിലും ചെറിയ മൂലക്കെവിടെയും സെറ്റാക്കി വെക്കുക. പിന്നെ നമുക്കിതിൽ വന്നിട്ട് എത്ര വലുപ്പമാണെങ്കിലോ ആ വലുപ്പത്തിന് നമുക്ക് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ അത്ര വലുപ്പം നീട്ടണില്ല, ഇപ്പോൾ ചെറുതായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നീട്ടണുള്ളൂ. സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇവിടെ കട്ട് ചെയ്ത് മാറ്റാം. അവിടെ കട്ടിങ് അത് കാണിക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഡിലീറ്റ് കൊടുക്കുക. വേണ്ടപ്പെട്ട എടുത്തു. ഇനിയിപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് അമർത്തുക. ടെസ്റ്റ് പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ പേര് വേണ്ടി നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരിനെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അത് ടൈപ്പ് ചെയ്ത് നമുക്ക് ഏത് കളറിലാണെങ്കിലും ആ കളറിൽ നമുക്ക് ആഡ് ചെയ്തെടുക്കുക. ബ്ലാക്കോ അങ്ങനെ ഏത് കളറിലാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത്, റെഡിലാണെങ്കിൽ റെഡ്, അങ്ങനെയൊക്കെ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിന് താഴെ നമുക്ക് എങ്ങനെ പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പേര് ഡിസൈനാണെങ്കിൽ ആ ഡിസൈനിൽ നമുക്ക് പേര് സെറ്റാക്കി വെക്കാം. പേര് കുറച്ച് ഇത്ര നീളം കൂട്ടണമെങ്കിൽ നീളം കൂട്ടാം. പിന്നെ അതേമാതിരി ഷോർട്ടാക്കണമെങ്കിൽ ഷോർട്ടാക്കി വെക്കാം. പിന്നെ അടുത്തത് നമുക്ക് നമ്മൾ അക്ഷരങ്ങൾ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിടാം. വേണമെങ്കിൽ വലിപ്പം കുറച്ച് നീളാക്കി വിടാം. പിന്നെ അതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് വരുത്താം. അതേപോലെ അങ്ങനെ മാഞ്ഞും ഓരോന്നോരായിട്ട് വലിയമായി ചേഞ്ച് വരുത്താം. അപ്പോൾ അത് നമുക്ക് അവിടെ ആഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് എത്രത്തോളം നമുക്ക് ലെങ്ത്ത് വേണോ അത്രത്തോളം ലെങ്ത്താക്കി വെക്കാം നമുക്കത്. പിന്നെ നമുക്ക് താഴെ അത് ഇതേപോലെ ഇതിനാണ് ഗ്യാപ്പ് അവിടെ വെച്ചിട്ടുണ്ട്, അതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. സൈഡിൽ സെറ്റാക്കണം. അപ്പോൾ ആ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക്. അപ്പോൾ നമ്മൾ സെറ്റാക്കി വെറുതെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് സെറ്റാക്കാനുണ്ട് അവിടെ. അപ്പോൾ നമുക്കിപ്പോൾ അത് സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്തത് സെറ്റാക്കി വെച്ചാൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ബ്ലറാക്കണമെങ്കിൽ ഇത് ഡീറ്റെയിൽന്ന് പ്രസ് ചെയ്താൽ മതി. ബാക്കി ഇതിലിങ്ങനെ കാണിക്കും. നമുക്ക് എവിടെ ഏതൊക്കെ ഭാഗങ്ങൾ ബ്ലറാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിൽ സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര രീതിക്ക് വേണോ അത്ര രീതിക്ക് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ അത്ര മാറ്റണമൊന്നുമില്ല. ഇനി അടുത്ത് നമുക്ക് മ്യൂസിക്കിൻ്റെയാണ്, എങ്ങനെ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഏത് മ്യൂസിക് വേണമെങ്കിലും അതിൽ ഇപ്പോൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ ഇതിൽ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. മ്യൂസിക്കിൻ്റെ ഇത് നമുക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഏതെങ്കിലും മ്യൂസിക് എടുത്തിടുക കാണിക്കാൻ വേണ്ടി. വേണമെങ്കിൽ മേലെ ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്ത് ഏത് മ്യൂസിക് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ മ്യൂസിക് ഇപ്പോൾ ആഡ് ചെയ്തേക്കണമെങ്കിൽ മ്യൂസിക്കിൻ്റെ വോളിയൊക്കെ നമുക്ക് കുറച്ച് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതുവരെ കട്ട് ചെയ്ത് ഡിലീറ്റ് ആക്കി കളയാം. വേണ്ടപ്പെട്ട പാർട്ടുകൾ നമുക്ക് മാത്രമേ ആഡ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് ഡിലീറ്റ് ആക്കി എവിടെയൊക്കെ വേണമെന്നുള്ളത് അങ്ങനെ ആഡ് ചെയ്ത് ഡിലീറ്റ് ആക്കിയാൽ മതി.
ഒന്ന് കേട്ട് നോക്കാം. സൗണ്ട് കുറക്കണമെങ്കിൽ കുറക്കട്ടോ. സൗണ്ട് ഇതിൽ അത്ര കുറച്ച് വെച്ചിരിക്കണേന് സൗണ്ട് ബട്ടൺ അതാണ്. സൗണ്ട് ബട്ടൺ ഓഫാക്കുക, അല്ലെങ്കിൽ നോർമലായിട്ട് വെക്കുക. ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് സൗണ്ട് സെറ്റാക്കുക. നമുക്ക് ഫുള്ള് സൗണ്ട് വേണമെങ്കിൽ വെക്കുക. പ്ലേ ചെയ്ത് നോക്കണമെങ്കിൽ പ്ലേ ചെയ്ത് നോക്കിയാൽ സെറ്റ്. നമുക്ക് എത്ര സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കുറക്കണം, കുറവുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൽ സൗണ്ട് കൂട്ടണം കുറക്കണം. നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് അനിമൽസിൻ്റെ സൗണ്ട് വേണമെങ്കിൽ നോക്കിയാൽ മതി. അനിമൽസ് ആണെങ്കിൽ അതിന് വണ്ടിൻ്റെ എല്ലാ സൗണ്ടും അതിൽ കേൾക്കുക. അപ്പോൾ അനിമൽസിന് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അനിമൽസിൻ്റെ ഞാൻ ഇട്ടിട്ടൊന്ന് പ്ലേ ചെയ്തിട്ട് അതിപ്പോൾ ഞാൻ സൗണ്ട് കുറച്ചുകൊണ്ടാണ് സൗണ്ട് കേൾക്കാത്തത്. ഇനി അടുത്ത് മൈക്ക. നമുക്കിപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വോയിസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മൈക്ക അമർത്തിയാൽ വോയിസ് കൊടുക്കാം. നമുക്ക് സംസാരിക്കണം. അതിലിങ്ങനെ പ്ലേ ആണ് കണ്ടില്ല, അപ്പോൾ അതിൽ റെഡ് കളറിൽ കാണിക്കും. അപ്പോൾ ഇതിൽ ഡണ്ണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളത് സംസാരിക്കണത് കേൾക്കാം. സംസാരിക്കണത് കേൾക്കണ ഫുൾ വോളിയം കൊടുത്താലും നമ്മൾ കേൾക്കല് മ്യൂസിക്കിൻ്റെ ഇതിനൊക്കെ സൗണ്ട് നമുക്കത് കറക്റ്റായ രീതിയിൽ സെറ്റാക്കി വെക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മ്യൂസിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറക്കുണ്ടാവും. അതിൻ്റെ കുറച്ച് നോക്കുക, മാറ്റി നോക്കണം. ഇടയ്ക്ക് മാറ്റി നോക്കുമ്പോൾ സൗണ്ട് വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പ്ലേ. പിന്നെ നമുക്കത് അവിടുന്ന് മാറ്റി വെക്കട്ടെ, ഒരിക്കലും മാറ്റി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ തന്നെ വോയിസ് കൊടുത്തിട്ടാണ്, ഹലോ ഗായ്സ് അങ്ങനെ കൊടുത്തിട്ടാണ്. പിന്നെ കഴിഞ്ഞ് മ്യൂസിക് വരും. നമുക്ക് വേണ്ടപ്പെട്ട സ്ഥലത്ത് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി എങ്ങനെ ഫിൽറ്ററൊക്കെ ആഡ് ചെയ്യുക എന്നുള്ളത് അതിൽ കാണിച്ചു തരാം. അപ്പോൾ എറർ മാർക്ക് ഉണ്ടാവും. എറർ മാർക്ക് ടച്ച് ചെയ്യുക, നമ്മൾ ഫിൽറ്ററിൽ പോവുക. ഫിൽറ്റർ ചെയ്തിപ്പോൾ എങ്ങനെ നമുക്ക് സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്ത് ഇങ്ങനെ ഇതായിട്ട് വരും. കളറായിട്ടും ലൈറ്റായിട്ടും ഒരു ഇതായിട്ടൊക്കെ നമുക്ക് കിട്ടും. അതിൽ ഫിൽറ്റർ ചെയ്തെടുക്കുക. പിന്നെ അതേമാതിരി വീഡിയോ നമുക്ക് ഷോർട്ടായി ചെറുതായി പോകണമെങ്കിൽ ചെറുതാവും. നമ്മൾ വീഡിയോ ഫുള്ള് ഇങ്ങനെ ഹാങ്ങായി എററായി നിൽക്കുന്നത് അങ്ങനെ എററായി നിൽക്കും. അതുപോലെ നമുക്ക് ഏത് രീതിയിൽ ഫിൽറ്റർ ചെയ്തെടുക്കുക. അതിനനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ കുറച്ച് ഇതുണ്ടാവും. പിന്നെ റെഡി ആകുമ്പോൾ സെറ്റായി കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ച് നോക്കാം. ഇവിടെ നിന്ന് വേണമെങ്കിൽ പ്ലേ ചെയ്ത് കാണിക്കാം. എത്ര ഞാണ്ട് സൈഡ് ബ്ലാങ്കായി നിൽക്കുന്നുണ്ട് അതുപോലെ കാണിക്കും. നമുക്ക് എടുത്ത് അത് കുറച്ച് വേണ്ടി ഷോർട്ട് കുറച്ച് ഇതാക്കുക, വലിപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വേണമെങ്കിൽ നമുക്ക് ലെങ്തി വേണമെങ്കിൽ ആക്കാം. പിന്നെ അടുത്ത് ഇതുപോലെ ഫിൽറ്റർ ചെയ്തെടുക്കുക. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് കാണിച്ചു തരാം. അതുപോലെ സംഭവങ്ങൾ അതിൽ ഫിൽറ്ററായിട്ട് വരും. അപ്പോൾ വേണ്ട ഞാൻ ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കൊടുത്തേക്കണം. ഞാനത് പ്ലേ ചെയ്ത് നോക്കട്ടെ. സെറ്റായി. നമുക്ക് നോർമൽ എഡിറ്റിംഗ് ആയിട്ട് ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇതിന് കുറേ ഫ്യൂച്ചറും കാര്യങ്ങളും ഉണ്ട്. സ്ക്രിപ്റ്റ് എന്ന ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് എത്ര വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. അത് ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് കുറച്ചുകൂടി ലെങ്താക്കി എടുക്കണമെങ്കിൽ ലെങ്താക്കി എടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഡിലേറ്റ് ഓപ്ഷൻ ഉണ്ട്, ഡിലേറ്റ് കൊടുക്കാം. നമുക്ക് ഇത്ര ബ്ലാങ്ക് ആക്കി വിട്ടിട്ട് കൊടുക്കാം ചെറുതായിട്ട്. അടുത്ത നെക്സ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ സെറ്റാക്കാം. എങ്ങനെ സെറ്റാക്കുക? ഇതിപ്പം ഫുള്ള് ആ വീഡിയോ തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇങ്ങനെ സൈഡായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റാക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നോർമലാക്കാം. ഏത് വേണമെങ്കിൽ ആക്കാം, സെറ്റാക്കുക. ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡ്, അങ്ങനെ ഏത് കളർ വൈറ്റോ ഏത് കളർ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് അവിടെ ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് വിടാം. ബാക്ക്ഗ്രൗണ്ടായിട്ട് വേറെ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് വിടാം. ഇത്രയും ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ട് അതിൽ. പീപ്പ് എന്ന ബട്ടൺ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനപ്പോൾ ചെറിയൊരു പിക്ക് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാനുള്ള പിക്ക്
9 ആ പിക്ക് അവിടെ എത്ര ഗ്യാപ്പ് കിട്ടിയത് അത് സെറ്റാക്കി അതേമാതിരി ഇങ്ങനെ നീളം കൂട്ടിയാൽ മതി. താഴെ ഏറോ മാർക്ക് നമുക്ക് നീളം കൂടും അതിനനുസരിച്ചാണ്. ഇപ്പം നമ്മളെ പേരും നമുക്ക് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബർ അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കണം. ഇപ്പോൾ ഇതുപോലെ ഈ സാധനം സെറ്റാക്കാൻ അറിയാത്തൊരു കമൻറ്റിലിട്ടാൽ മതി. നമ്മളത് അതിനുള്ള തനിച്ചൊരു വീഡിയോ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് എത്ര അകലമാണ് നീളമാണ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ അത്രയൊന്നും കൂട്ടുള്ള ബാക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇവിടെ ദൂരം ഇത് വരുന്നത് സെറ്റാക്കി വെച്ചതിന് ശേഷം ബാക്കി ഞാൻ കട്ട് ചെയ്യുക, കളർ ആഡ് ചെയ്യണം. ഇത് കണ്ടില്ല ഇതുപോലെ വന്ന് നിൽക്കും. കാണാനും നമുക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണാനും അതിനായിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ പിക്ചേഴ്സ് തൊട്ടതിന് ശേഷം നമുക്കിതിൽ സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബർ എന്നുള്ള ഒരു ഇതുണ്ടാവും. നമുക്ക് ഇതിനായിട്ട് എടുക്കുമ്പോൾ കുഴപ്പമില്ല. ഞാൻ ചെറിയൊരു സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബർ എടുത്തതിന് ശേഷം ഇവിടെ എവിടെയും സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ എന്നാൽ അതിങ്ങനെ ബ്ലറായി നിൽക്കും. അപ്പോൾ കാണാൻ രസമുണ്ടാകും. നമുക്ക് വീഡിയോയിൽ കാണാൻ രസമുണ്ടാകും. നമുക്ക് ആ പേര് കുറച്ച് നീക്കി വെക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ആ പേര് ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് നീക്കി സൈഡിലൊക്കെ ആക്കിയാൽ വെച്ച് ബാക്കിയുള്ളത് ഇവിടെ ഈ സൈഡിലേക്ക് കുറച്ച് നീളം കൂട്ടിയിട്ട് ശേഷം സെറ്റാക്കി വെക്കുക. ബാക്കിയുള്ളത് നമുക്ക് എത്ര കട്ട് ചെയ്ത് മാറ്റാൻ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് സൗണ്ട് വേണമെങ്കിൽ മൊത്തം ഓഫാക്കുക, ഓണാക്കുക, ഏത് വേണമെങ്കിൽ നമ്മൾ ഇഷ്ടം. ഞാൻ മൊത്തം ഓഫാക്കി ഓണാക്കിയത്. പിന്നെ നമ്മൾ ക്യാറ്റ് എന്നുള്ളത് അതിൽ പോയി അടിച്ചു നോക്കിയാൽ ക്യാറ്റ് എന്ന് കിട്ടുകയും അപ്പോൾ നമ്മൾ ക്യാറ്റ് കിട്ടിയാൽ നമുക്ക് ഏത് വേണമെങ്കിൽ അടിച്ചു നോക്കുക. ക്യാറ്റ് അങ്ങനെ അടിച്ചു നോക്കുമ്പോൾ കിട്ടും. നമ്മളിവിടെ വീഡിയോയിൽ എവിടെയെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യണില്ല, കുറച്ച് തള്ളി ചെറിയൊരിതിൽ സെറ്റാക്കണ മാതിരി ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ. അവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. കാരണം അത്രയും ദൂരം നമുക്ക് പോകുമ്പോൾ കട്ട് ചെയ്ത് മാറ്റേണ്ടി. ഇതുപോലെ നീക്കി കൊടുത്തതിനനുസരിച്ച് നമുക്ക് വരും. അപ്പോൾ അതിനിപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ ചെറിയൊരു മൂലയ്ക്ക് ചെറുതായിട്ട് സെറ്റാക്കി. അപ്പോൾ ഷോർട്സിലേക്കാണ് ഇത് അധികം സെറ്റാക്കല്. ലോങ് വീഡിയോയിൽ കുറവാണ്. ഷോർട്സ് വീഡിയോസൊക്കെ സെറ്റാക്കുമ്പോഴാണ് നമ്മളിങ്ങനെ സെറ്റാക്കി വെക്കല്. നമ്മൾ വേറെ ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് അവിടെ വെക്കാൻ പറ്റും. വീഡിയോ എന്തെങ്കിലും വേറെ ഏതെങ്കിലും കയ്യിൽ വീഡിയോ അതിൻ്റെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ പൂച്ചക്കുട്ടി അവിടെ ഉണ്ടാവും. ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ ആഡ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് ആ ബാക്ക്ഗ്രൗണ്ട് ഇട്ടില്ല. അപ്പോൾ അവിടെ നമുക്ക് എന്തുവാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ആഡ് ചെയ്യാൻ പോവുകയാണ്. ചാനലിൻ്റെ പേരിങ്ങനെ ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം മലയാളം എന്ന് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് കളറ് ഓക്കെ കൊടുക്കണം. നമ്മൾ ടിക്ക് അവിടെ ഉണ്ടാവും. ടിക്ക് കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ ബാക്ക് എടുക്കേണ്ടി വരും. പിന്നെ കുറച്ച് ഷോർട്ടാക്കി എടുത്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ കളറ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അക്ഷരത്തിൻ്റെ കളർ എന്തെങ്കിലും മാറ്റി വിടാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് അതൊക്കെ നമുക്ക് സെറ്റാക്കുക. ഏത് വേണമെങ്കിൽ സെറ്റാക്കി നോക്കാം. ഏത് സെറ്റാക്കണം നമ്മൾ അത് കറക്റ്റ് രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമ്മളത് ബ്ലൂവും ഇതൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിരിക്കും. ഇത് കുറച്ച് നമുക്ക് അകലം കൂട്ടണമെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് അകലം കൂട്ടിയാൽ മതി. പിന്നെ ബാക്കിയുള്ളത് നോക്കുക. ഇനി അവിടെ നമുക്കൊരു എംബ്രോയിഡിങ് കൊടുക്കാം. സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബർ എന്നുണ്ടെങ്കിൽ കൊടുത്ത് സെറ്റാക്കി വെക്കാം. അപ്പോൾ നമുക്കിത് സെറ്റാക്കണം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആദ്യം ഒന്ന് ചെറിയ ഷോർട്ടാക്കണം. മറ്റേ സാധനം ചെറിയൊരു സ്ഥലത്ത് ഷോർട്ടാക്കി വെച്ചതിന് ശേഷം ഇതിങ്ങനെ ആഡ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇത് സെറ്റാകണം. അപ്പോൾ പേര് നമുക്ക് ചെറുതായിട്ടൊന്ന് നീക്കി വെക്കാം. ചെറുതായിട്ട് അതൊന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ അത് നീക്കി നമ്മൾ നമ്മുടെ പേര് എത്ര സെറ്റാക്കി വെച്ചതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് ഓണാക്കുമ്പോൾ കുറച്ച് വലിപ്പം കൂട്ടി ഇപ്പോൾ ഓണാക്കുന്നതായി കൊണ്ട് കാണിച്ചു തരാം. സപ്പോർട്ടിന് സബ്സ്ക്രൈബ് മലയാളം എന്നുള്ളത് അത് കാണിക്കുന്നില്ല. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഞാൻ വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം സെറ്റായെന്ന് നോക്കാം. ആദ്യം മുതൽ എന്തെല്ലാം നമുക്ക് എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ സെറ്റാണ് റെഡിയാക്കി
സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ആ റെഡ് കളർ ബട്ടൺ എടുത്തിയാൽ ഇത് പരസ്യം മാറ്റാം. ഇത് നമുക്ക് പിന്നെ പരസ്യം മാറ്റാൻ ഇതിൻ്റെ എംബ്ലം ഉണ്ടാവില്ല. ഇപ്പോൾ എംബ്ലം പോയി. കുറേ ആൾക്കാർക്ക് അത് അറിയണില്ല എംബ്ലം എങ്ങനെ പോകേണ്ടതെന്ന്. പിന്നെ നമ്മൾ എത്ര MB-യിലാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഇത് കാണിക്കും. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതിന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. നമുക്ക് കാണാം. 100 സെൻറ്റായി. നമുക്ക് ആ വീഡിയോ ഒന്ന് ഇട്ട് നോക്കണമെന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെ ഫ്ലാഷ് ഇതിലിടാൻ പറ്റും? യൂട്യൂബ്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് എല്ലാത്തിലും ഇടാൻ പറ്റും. നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അത് നമ്മൾ എന്തെങ്കിലും മാറ്റം പറ്റുന്നെങ്കിൽ പിന്നെയും വേണമെങ്കിൽ നമുക്കിതിൽ മാറ്റം വരുത്താം. എന്തെങ്കിലും വേറെ രീതിക്ക് സെറ്റാക്കണം. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സെറ്റാക്കിയത് ശരിയില്ല, വേറെ രീതിക്ക് സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇതിലിപ്പോൾ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. ഞാനിതിൽ ഓഫാക്കി വെച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് കേൾക്കാനുള്ള ചാൻസ് കുറവായിക്കാരം. അപ്പോൾ എല്ലാം ആഡാണ്.